ക്രോണിക് ബാച്ചലർ കഴിഞ്ഞ ഉടനെ എനിക്ക് കമ്മിറ്റ്മെന്റ് കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഉദയനാണ് താരം. പക്ഷെ ഇങ്ങനെ ഒരു ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യാത്ത സിംഫണി ഇറങ്ങിയപ്പോൾ ഉദയനാണ് താരം തന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ആ പടം തിരിച്ചെടുത്തു. അപ്പോൾ ഈ ക്രോണിക് ബാച്ചലർ ഉണ്ടാക്കിയ ഹിറ്റ് ഇസ് നോ മോർ അണ്ടർ ഡിസ്കഷൻ. സിംഫണിയിൽ ഉണ്ടാക്കിയ ഫ്ലോപ്പ് ചെയ്തൊരു കമ്പോസറാണ് നിങ്ങൾ. നല്ല പാട്ടുകളാണ് ചെയ്തത് എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ പടം പൊളിഞ്ഞപ്പം രാശിയില്ലാത്ത ഒരാൾ എന്നുള്ളൊരു പേര്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇന്നും ഞാൻ പോകുന്നില്ല, വീട്ടിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഒരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സ്ഥലം വിടുന്നത്. അപ്പൊ എന്താണ് പോകുന്നത്? നമ്മൾ സാധനം കിട്ടി സാധനം കയ്യിലുണ്ട്, ഞാൻ സ്റ്റുഡിയോ പോയിട്ട് ബാക്കി അതിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രി കുമാരനോടിഷ്ടമായി. ഞാൻ കിഡ്നി സ്റ്റോൺ വന്നിട്ട് സർജറിക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ആ ഒരു തിയേറ്ററിൽ ചാനൽ മ്യൂസിക് ഇട്ടു. അവിടെ ഇട്ടത് എന്റെ പാട്ടാന്ന് അറിയാതെ അവർ എന്റെ പാട്ടായിരുന്നു അവിടെ പ്ലേ ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ ഇപ്പൊ ഈ പാട്ട് ഇട്ടത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞാല് ഇത് നമ്മളിവിടെ റെഗുലർലി ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇടുന്ന പാട്ടാണ്. ഞാൻ പറഞ്ഞു എന്റെ പാട്ടുകൾ ഇട്ടാൽ നിങ്ങൾക്ക് എന്നെ ബോധം കെടുത്താൻ പറ്റില്ല. ചന്ദ്രിക സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒന്നും ആവാതെ വരുമ്പം അപ്പോഴായിരിക്കും കുട്ടികളെ കയറ്റി പാ നമുക്ക് ഒന്ന് ഫോട്ടോ വെച്ച് വരെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മള് 3 പേരും ഡ്രൈവിനൊക്കെ പോയി ഒരു മസാല ഓംലേറ്റ് ഒക്കെ അടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ഒന്ന് റെഡിയായി. പിന്നെ അന്നത്തെ ദിവസം സ്റ്റുഡിയോയിലും പോവില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റിലേക്ക് പോകാം. ആ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. അതായത് ദീപക്കേട്ടന് എത്രത്തോളം ജനങ്ങളുടെ പാട്ടുകളോടുള്ള ഇഷ്ടത്തിന് അറിയാമെന്ന് നോക്കുന്ന ഒരു ഇതാണ്. നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരുപാട് ഫാൻസ് ഒക്കെ. അപ്പൊ ദീപക്കേട്ടന്റെ ഏതൊക്കെ പാട്ടുകളായിരിക്കും ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? എന്താ തോന്നുന്നത്? ഒരു 3 പാട്ട് പറയണം. ഏതൊക്കെയായിരിക്കും? എന്നിട്ട് ഞാനിപ്പോൾ വിളിച്ചു ചോദിക്കും. ഞാൻ റാൻഡമായിട്ട് ഒരു പബ്ലിക്കിനെ വിളിക്കും. എന്നിട്ട് ഞാൻ ആ റാൻഡമായിട്ട് ഞാൻ വേറൊരാളെ വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിക്കും ദീപക് ദേവിന്റെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന്. ഞാനിപ്പോൾ ഒരാളുടെ വിളിച്ച് ചോദിക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും അവർ പറയുന്ന ആ പാട്ടും ദീപക്കേട്ടൻ ഇപ്പൊ പറയുന്ന പാട്ടും തമ്മിൽ ഒരേപോലെ 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും സെറ്റ് ആയിട്ടുണ്ടാവണം. എങ്കിലാണ് ജനങ്ങളെ എത്രത്തോളം ദീപക് ദേവ് പറയുന്ന ഒരാൾക്ക് മനസ്സിലായി. നമ്മള് അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു 10 എങ്ങനെ വന്നാലും ഒരു 70 പടം ചെയ്തതില് ഒരു പടത്തിൽ ഒരു 4-5 പാട്ട് വെച്ചുണ്ടെങ്കിൽ ഇത്രയും പാട്ടുകൾ ചെയ്ത് അതിൽ ഒരു പകുതി കൂടുതൽ പാട്ടും പോപ്പുലർ ആണ്. അപ്പൊ ഈ പോപ്പുലർ സോങ്സിൽ 1 എണ്ണോ 3 എണ്ണോ പിക്ക് ചെയ്യുന്നത് ഞാൻ അതൊക്കെ പിക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് പാട്ട് അങ്ങനെ നോക്കിയാൽ മതി. 3 എണ്ണം പറയിപ്പിക്കാം. ശരി, 3 എണ്ണത്തില് എന്നാ പറഞ്ഞോളൂ. സ്വയംവര ചന്ദ്രിക. ഓക്കെ. പിന്നെ പറയാതെ അറിയാതെ. ഓക്കെ. മൂന്നാമത്തത് ഒരു നോക്ക് കാണുവാൻ. ഈ 3 ഗാനങ്ങളാണ്. ഇനി ഞാൻ റാൻഡമായിട്ട് ഒരാളെ വിളിക്കാൻ പോവുകയാണ്. ഓക്കെ. ഞാനിപ്പോ വിളിക്കാൻ പോകുന്നത് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള നമ്മുടെ അച്ചാമ്മച്ചേടത്തി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ഞാൻ അച്ചാമ്മച്ചേടത്തി ഒന്ന് വിളിക്കാം. ഓക്കെ. ഹലോ അച്ചാമ്മച്ചേടത്തി, സുഖാണോ? ഞാനേ ഇപ്പൊ വിളിക്കുന്നത് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഷോയിൽ നിന്ന് എന്റെ കൂടെ ദീപക് ദേവ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ. ഓക്കെ. ദീപകേട്ടന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ദീപകേട്ടന്റെ? അതൊന്നും കുഴപ്പമില്ല. ആ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. ആ പാട്ടാണ് അച്ചാമ്മച്ചേടത്തിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ. പുതിയ മുഖത്തില്. ഓക്കെ. പിന്നെ ഏതായിരിക്കും? പാട്ടുകളെല്ലാം പൊതുവെ കേൾക്കാറുള്ള ആളാണോ അച്ചാമ്മച്ചേടത്തി? കേക്കും. ഓക്കെ. എന്നാ പിന്നെ ദീപക്കേട്ടന്റെ അടുത്ത പാട്ട് ഏതാ ഇഷ്ടം ചോദിച്ചാൽ എനിക്കൊരു 3 പാട്ടിന്റെ ലിസ്റ്റ് തരാമോ? ഓക്കെ. ഓക്കെ. ശരി. ഇനി അടുത്തത് ഏത് പാട്ടാ? കണിമലരെ നിന്നെ. പിന്നെ ഏതാ?
ആ കണ്ണിമലരെ ഒന്നുമില്ല. ഓ ഓ ശരി അച്ഛാ ചേട്ടത്തി, ഞങ്ങളെ ഇവിടെ ഒരു ഇതിൽ നിക്കായിരുന്നു, ഒരു ഡിബേറ്റ് ആയിരുന്നു ഞാൻ ദീപക്കേട്ടന്റെ കൂടെ ഇവിടെ. ഒരു സെക്കൻഡ്, ഞാൻ ദീപക്കേട്ടനെ കൊടുക്കാം. ചേട്ടത്തി നമസ്കാരം. ഈ ഒരു ഒറ്റ പാട്ട് കാരണം ഞാൻ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും ഇവിടുന്ന്. അല്ല അല്ല അതല്ല, മെലഡി പാട്ടുകൾ കേൾക്കാറുണ്ടോ? ഈ ചുണ്ടത്ത് ചെത്തിപ്പോവും തട്ടുമുട്ടും താളും അല്ലാത്ത ടൈപ്പ് പാട്ടുകൾ. അന്ന് എന്റെ ഏതെങ്കിലും ഒരു മെലഡി ഇഷ്ടമാണോ? അറിയില്ല, മെലഡി എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും. ഇങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത പാട്ട്, ഇല്ലാത്ത നല്ല സാവകാശം കിടക്കുമ്പോഴൊക്കെ കേൾക്കാൻ പറ്റുന്ന പാട്ട്. അതേതാ? ഞാൻ തന്നെ ഒരെണ്ണം പറയാം. ഞാൻ പറയാം, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തന്നെയാണോ ചേട്ടത്തിയും കൂടി പറയുന്നതെന്ന് അറിയാനാ. ചേട്ടത്തി പറയാതെ അറിയാതെ ഉദയനാണ് താരത്തിലെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ ആ പാട്ടൊക്കെ ഇഷ്ടാണോ? പറയാതെ അറിയാതെ ആ പാട്ട് ഇഷ്ടാണോ? അതിഷ്ടാ. അച്ചമ്മ ചേട്ടത്തി ന്യൂജനാണോന്നോ തോന്നുന്നേ, അതുകൊണ്ടാ. സാരല്ല അച്ചമ്മ ചേട്ടത്തി. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു, ഞാൻ വിളിക്കാം. ആരാ പാടാൻ പോണേ? ഞാനോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അതൊക്കെ അതെ, ഭർത്താവാണ് പാട്ട് പാടുന്നത്. ഞാൻ പാട്ട് പാടിയെന്നാ ദീപക്കണ്ണൊക്കെ ഇവിടെ എണീറ്റ് ഓടും. അതെ, നമ്മുടെ പ്രോഗ്രാം കണ്ടാൽ മതി, ഞാൻ ലാസ്റ്റ് ദീപക്കണ്ണൻ കൊണ്ടൊരു സൂപ്പർ പാട്ട് പാടിപ്പിക്കും. അതെ, ദീപക്കണ്ണൻ കൊണ്ട് പഠിപ്പിക്കാം. ദീപക്കണ്ണൻ പാട്. പാടും. എന്താ പ്രശ്നം വെച്ചാൽ രമ്യനെ നിർബന്ധിക്കണം, അതാണ്. ഇല്ല, ദീപക്കണ്ണൻ പാട്. അന്ന് ഒന്നും കൂടി നിർബന്ധിച്ചാ പാടിപ്പിക്കാം നമുക്ക്. എനിക്കറിയില്ല ദീപക്കണ്ണൻ. ഇല്ല ചേച്ചി, ഞാൻ പാടൂല, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ പാട്ട് പറയാറേ ഉള്ളൂ, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ ദീപക്കണ്ണനെ കൊണ്ട് ഇപ്പൊ പാട്ട് പഠിപ്പിക്കാം, പറയാതെ അറിയാതെ. എന്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാ. അത് പിന്നെ അന്ന് അത് പിന്നെ പഠിപ്പിച്ചോളാം കേട്ടോ. ഓക്കെ ചേട്ടത്തി, താങ്ക് യു. അങ്ങനെ എനിക്ക് മാത്രം പണി കിട്ടണ്ട. എടാ കൊള്ള, വൃത്തികെട്ടവനെ. കുറെ നാൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തന്നെ സുഹൃത്തിനിട്ട് പണിയണം. അയ്യോ, ഈ ചേട്ടത്തിന് ഞാൻ അത്ഭുതപ്പെട്ടു പോയോ. ഈ ചേട്ടത്തി ഭയങ്കര യോയോ ചേട്ടത്തിയാണ് ദീപക്കേട്ടാ. ഞാൻ പുള്ളിക്കാരത്തി ഭയങ്കര ഇങ്ങനെ യൂത്തിന്റെ കൂടെ ഡാൻസ് ചെയ്ത് ജിൽ 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 നടക്കുന്ന ആളാ. എങ്ങനെ 50 വയസ്സ് കഴിഞ്ഞതായിരിക്കും. ആ പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മൾ ചേട്ടത്തി എന്ന് വിളിച്ചോണ്ടിരിക്കണേ. കുറച്ച് ഇതാണല്ലോ, പക്ഷെ ആള് ഇപ്പോഴും മനസ്സിൽ യങ് ആണ്. പാട്ടിന്റെ സെലക്ഷൻ കേട്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ദീപക്കേട്ടൻ വളരെയധികം ഫെയിലിയർ വന്നിരിക്കും അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ. അതാണ് സെഗ്മെന്റിന്റെ പേര്. ഈ മനസ്സിൽ, അതായത് ദീപക്കേട്ടന്റെ മനസ്സിൽ നിന്നുമുള്ള ആൻസറുകൾ കേൾക്കട്ടെ. ഫസ്റ്റ് വൺ, കഠിനാധ്വാനത്തിനോടൊപ്പം ഭാഗ്യം കൂടിയുള്ള ഒരു മ്യൂസീഷ്യൻ ആണ് താനെന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ട് നന്നായിട്ട്, അല്ലേ? കാരണം ചില സമയത്ത് വളരെ നല്ല മ്യൂസീഷ്യൻസ്, അവർക്ക് ഭാഗ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ സ്ഥലത്ത് എത്തേണ്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അവരുടെ അത്ര കഴിവ് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ആ കഴിവിന്റെ ഒപ്പം ഭാഗ്യം കറക്റ്റ് സമയത്ത് വന്നു വീണുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ആയി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരൊക്കെ എവിടെ എത്തേണ്ട ആൾക്കാരായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഭാഗ്യവും ഉണ്ട്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. എപ്പോഴും ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും പാട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഇല്ല, ഒരു പ്രതിസന്ധിയിലും പോലും ഇല്ല. ഞാൻ കിഡ്നി സ്റ്റോൺ വന്നിട്ട് സർജറിക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ആ ഒരു തിയേറ്ററിൽ ചാനൽ മ്യൂസിക് ഇട്ടു. അവിടെ ഇട്ടത് എന്റെ പാട്ടാന്ന് അറിയാതെ അവർ എന്റെ പാട്ടായിരുന്നു അവിടെ പ്ലേ ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ കിടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ ഇപ്പൊ ഈ പാട്ട് ഇട്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞാല് ഇത് നമ്മളിവിടെ റെഗുലർലി ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇടുന്ന പാട്ടാ. ഞാൻ പറഞ്ഞു എന്റെ പാട്ടുകൾ ഇട്ടാൽ നിങ്ങൾക്ക് എന്നെ ബോധം കെടുത്താൻ പറ്റില്ല, സ്വയംവരചന്ദ്രിക. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പാട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് അനലൈസ് ചെയ്യാൻ തുടങ്ങും. എന്റെ എല്ലാ പാട്ടുകളും പിന്നെ കേൾക്കുമ്പോ ഞാൻ അതിനെ അനാവശ്യമായിട്ട്
ഈ സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് പറയുന്നത്. അതിന്റെ അത് ഓക്കെ ആണോ ഇത് ഓക്കെ ആണോ, കാരണം മിക്സ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പാട്ടിട്ട് കഴിഞ്ഞാൽ ഈ അനസ്തീഷ്യ ഒന്നും വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ പാട്ട് മാറ്റും, വേറെ ഏതെങ്കിലും ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ. ശരി. ചില ഗായകർ തന്റെ പാട്ട് പാടുമ്പോൾ വല്ലാത്ത ഒരു സംതൃപ്തി ലഭിക്കാറുണ്ട്. ചില ഗായകർ ഈ പാട്ട് പാടുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്യൂൺ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഹിഡൻ ആയിട്ടുള്ള ചില ഇമോഷൻസും ചില ഈ പാട്ടിന്റെ സോള് മനസ്സിലാക്കി പാടുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ സോള് ഉണ്ടാക്കിയ ഞാൻ ആ സോളാണ് വന്ന പാട്ടുകാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരിൽ നിന്നും അത് തിരിച്ച് റിപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. അത് കവർ സോങ്സ് പാടുന്ന അറ്റ്ലീസ്റ്റ് അറൌണ്ട് 75-80% ആൾക്കാർ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ ആയിരിക്കും പാടുന്നത്. അത് മനസ്സിലാക്കാതെ പാടുമ്പോഴാണ് ഈവൻ അവർ ഗിറ്റാർ വായിക്കുകയാണെങ്കിലോ പിയാനോ വായിക്കുകയാണെങ്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ കോഡ്സ് വായിച്ചായിരിക്കും ചിലപ്പോൾ പാടുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ സംഭവങ്ങളൊക്കെ ഇട്ട് പാടും. പക്ഷെ കറക്റ്റ് ഉണ്ടാക്കിയ സംഭവത്തിന്റെ ആ എസെൻസ് കറക്റ്റ് ആയാൽ കിട്ടുന്നൊരു ഒരു ഒരു സുഖമുണ്ട്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചൊരു സുഖമാണ്. ആ സുഖം ചില ആൾക്കാർ പാടുമ്പോൾ മാത്രമാണ് കിട്ടുക. അപ്പോൾ ഞാൻ അവർക്ക് പ്രത്യേകിച്ച് ഡയറക്റ്റ് മെസ്സേജ് അയക്കും, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സോൾ, ഗുഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരി. ചില സമയത്ത് ക്രിയേറ്റിവിറ്റി ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും, പലപ്പോഴും. പിന്നെ എങ്ങനെയാ ആ ബ്ലോക്ക് മാറ്റിയെന്നത്? അതൊരു 1.5 ബ്ലോക്ക് ആയിരിക്കും വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അധികം കുറെ ബ്ലോക്കിൽ പെട്ടത് ഏതൊക്കെ പാട്ടൊക്കെ ആയിരിക്കും? അത് ഏത് പാട്ടാന്നൊന്നും ഓർക്കുന്നില്ല. ചില സമയത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യാൻ നോക്കിയാലും മാറില്ല. നമുക്ക് ആ ബ്ലോക്കിൽ നിന്നും പിന്നെ ആ പാട്ടിൽ അധികം സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ശരിക്കും ഒന്ന് റിഫ്രഷ് ചെയ്ത് വരണം, അല്ലേ? ഡൈവേർട്ട് ചെയ്ത് മ്യൂസിക്കിനെ ഡൈവേർട്ട് ചെയ്യും, മാറണം. അതായത് ചിലപ്പം ഒന്നും ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒന്നും ആവാതെ വരുമ്പം അപ്പോഴായിരിക്കും കുട്ടികളെയും കയറ്റി നമുക്ക് ഒന്ന് ഫോട്ടോ വെച്ച് വരെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 3 പേരും ഡ്രൈവിനൊക്കെ പോയി ഒരു മസാല ഓംലേറ്റ് ഒക്കെ അടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ഒന്ന് റെഡിയായി. പിന്നെ അന്നത്തെ ദിവസം സ്റ്റുഡിയോയിലും പോവില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ നോക്കും. നെക്സ്റ്റ് ഡേ വീണ്ടും ശരിയായില്ലെങ്കിൽ അപ്പൊ ചില സമയത്ത് ഇത്രയും പ്രഷറിലിരിക്കുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് ട്യൂൺ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ പറയുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം എവിടം വരെ പോയി? അപ്പൊ അങ്ങനെ ചെറുതൊക്കെ എന്നോട് ചോദിക്കല്ലേ, ഇത് കൊടുക്കണം എന്ന് അർജന്റ് ആയിട്ട് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതൊന്നും മാറി നിന്ന് തിരിച്ചു വരുമ്പോ ഓക്കെ ആവും. അങ്ങനെ ഏത് ലോകത്തിന്റെ ഏതറ്റം വരെയാ പോയത്? അങ്ങനെ ദൂരെ ഒന്നും പോവില്ല. അതെ, ഇവിടെ തന്നെയാണല്ലോ. എവിടം വരെ പോയി? നമ്മൾ അധികവും ഫോർട്ട് കൊച്ചി തന്നെയായിരിക്കും. ആണോ? അപ്പൊ ഇനി ഫോർട്ട് കൊച്ചിയിലെ ദീപക്കേട്ടനെ കണ്ടാൽ മനസ്സിലാക്കിക്കോണം, അവിടെ ബ്ലോക്കിൽ വെട്ട് കിടക്കുകയാണ്. എന്തോരു ബ്ലോക്കാണ്, അതാണ് ഫോർട്ട് കൊച്ചി കൂടെ കിടന്ന് കറങ്ങുന്നത്. എന്നിട്ട് അങ്ങനെ പോയി തിരിച്ചു വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സാധനം തിരിച്ച് ഞാൻ അതേ ദിവസം പിന്നെ തിരിച്ചു കയറില്ല. മനസ്സിലായി. ഒന്ന് ടൈം എടുത്തിട്ട് പിന്നെ കഴിഞ്ഞ മൈൻഡ് ജസ്റ്റ് ഒന്ന് ഇപ്പൊ എന്താണ് ബ്ലോക്ക്. പിന്നെ ഞാൻ ചിലപ്പോ സ്ഥലം മാറി, ചിലപ്പോ സ്റ്റുഡിയോയിൽ നിന്ന് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞ് സെറ്റപ്പ് ഉണ്ട്, സ്റ്റുഡിയോയുടെ തന്നെ മിനിയേച്ചർ, അവിടെ ഇരുന്ന് ഒന്ന് നോക്കും. അവിടുന്ന് ഒരു ബേസിക് ത്രെഡ് ആയി തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഒരു ഒറ്റ വീടലാണ്. അവിടെ നിന്നും കിട്ടിയില്ല പിന്നെ എവിടെ പോയി ഇരിക്കും? ഈ 2 സ്ഥലത്തുനിന്ന് എവിടെ നിന്ന് കിട്ടും. ഓക്കെ, ശരി. അടുത്തത് ചില ദിവസം ഇന്നും ഞാൻ പോകുന്നില്ല, വീട്ടിലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ഒരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സ്ഥലം വിടുന്നത്. അപ്പൊ എന്താണ് പോകുന്നത്? ഞാൻ സാധനം കിട്ടി സാധനം കയ്യിലുണ്ട്, ഞാൻ സ്റ്റുഡിയോ പോയിട്ട് ബാക്കി അതിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകും. ഓക്കെ, ശരി. സംഗീത സംവിധായകരുടെ പേരിൽ വരുന്ന കോപ്പിയടി വിവാദങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്? ആ മ്യൂസിക് ഡയറക്ടർ അനുഭവിക്കുന്ന ആ സമയത്തെ പ്രഷർ തോന്നിയിട്ട് ആ പ്രഷറിനെക്കാളും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ള ചില ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് അവരത് കണ്ടിരുന്നെങ്കിൽ. കാരണം നമ്മളിപ്പോ ഒരു സംഭവം, ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ഒരാള് തോന്നുന്നത് അയാൾക്ക് എഴുതാം. ആ എഴുതുന്നത് അയാളുടെ മൈൻഡ് സെറ്റ് കാരണമാണ്. ആ സമയത്ത് അയാൾ ഡിസ്റ്റർബ്ഡ് ആണ്. അയാൾ ഇത് കണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അയാൾ അത് മനസ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇതില്. അത് നമ്മൾ എന്തിനെടുക്കണം? അയാൾ എഴുതിക്കോട്ടെ, നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചാൽ പോരെ. നമ്മൾ ഇതിന് തിരിച്ച് തല്ല് പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെയും അതിനെ ഒരു ഡേർട്ടി ഇതിലേക്ക് കൊണ്ടുപോവല്ലേ. ഇറ്റ്സ് ഓവർ, ലീവ് ഇറ്റ്, നെക്സ്റ്റ് ടൈം ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അത്രല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ കൺട്രോൾ വിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പം സങ്കടം തോന്നാറുണ്ട് അല്ലേ.
അയാൾ അറിയുന്നില്ലല്ലോ അയാളുടെ ഒരു ഇമ്പൾസിന്റെ മുകളിൽ അയാളെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്. ഓക്കെ. അല്ലാതെ അങ്ങനെ കേൾക്കുമ്പോൾ അത് വല്ലാത്ത ദിവസങ്ങൾ ദീപക്കേട്ടനെ ഇങ്ങനെ വളരെ ലോ ആക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല. എന്നെ എന്തിനാ ആക്കുന്നത്? വേറെ ആളല്ലേ കോപ്പി അടിച്ചത്. അതെ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഓരോ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള അതിൽ ഇതെന്നല്ല ഞാൻ ചെയ്യണേ, ഇത്തരത്തില് നമ്മളെ വേദനിപ്പിക്കുന്ന പല കമന്റ്സുകളും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ലോ ആയിട്ട് ഇരുന്നിട്ടുണ്ടോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മാറും. നമ്മളത് മാറാൻ കാരണം ആ എഴുതിയ അവന്റെ മാനസികാവസ്ഥയാണത്. അത് നമ്മൾ എന്തിനാണ് അതിപ്പോ ഈ കോപ്പിന്ന് മാത്രല്ല, ഇപ്പൊ ഒരു പാട്ട് ഇറക്കി, ആ പാട്ടിനെ ഭയങ്കര തെറിവിളി, എന്താണോ കുറച്ച് മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള പാട്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് അവന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അവനിത് എഴുതുന്നത്. അതിന് ഞാൻ എന്തിനാ റിയാക്ട്? അത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരില്ലേ, ഓക്കെ, അവര് കേൾക്കട്ടെ. ഓക്കെ, ശരി. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏറെ വേദന തോന്നിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? ഏറ്റവും വേദന തോന്നിയ ഒരു സംഭവം എൻ്റെ സെക്കൻഡ് മൂവി സിംഫണി എന്ന് പറയുന്ന മൂവിയായിരുന്നു. ആ മൂവിയിലാണ് ഞാൻ വിശ്വസിക്കുന്ന വളരെ നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. നിഖിൽ പാടിയിട്ടുണ്ടല്ലോ അതില്. എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഷോട്ട്സ് ആയിട്ട് കൊടുത്ത പടമായിരുന്നു സിംഫണി. കാരണം ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞ് പിന്നെ ഒരു ജെനുവിൻ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, മ്യൂസീഷ്യൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പിൽ നോക്കി നിൽക്കുന്ന ഒരു പടമാണ് സിംഫണി. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും നല്ല മെലോഡിയസ് ആയിട്ടുള്ള ട്യൂൺ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൂവി പൊളിഞ്ഞു. അപ്പൊ ക്രോണിക് ബാച്ചലർ കഴിഞ്ഞ ഉടനെ എനിക്ക് കമ്മിറ്റ്മെന്റ് കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഉദയനാണ് താരം. പക്ഷെ ഇങ്ങനെ ഒരു ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യാത്ത സിംഫണി ഇറങ്ങിയപ്പോൾ ഉദയനാണ് താരം തന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ആ പടം തിരിച്ചെടുത്തു. കാരണം ലാസ്റ്റ് യു ആർ ഓൾവേസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന, യുവർ ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ക്രോണിക് ബാച്ചലർ ഉണ്ടാക്കിയ ഹിറ്റ് ഇസ് നോ മോർ അണ്ടർ ഡിസ്കഷൻ. സിംഫണിയിൽ ഉണ്ടാക്കിയ ഫ്ലോപ്പ് ചെയ്തൊരു കമ്പോസറാണ് നിങ്ങൾക്ക് ഇനി ഉദയനാണ് തരണോ വേണ്ടയോ എന്ന് വി ആർ കൺസിഡറിങ് എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്, പടം പൊളിഞ്ഞു പോയി, നല്ല പാട്ടുകളാണ് ചെയ്തത് എന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ പടം പൊളിഞ്ഞപ്പം രാശിയില്ലാത്ത ഒരാൾ എന്നുള്ളൊരു പേര്. അപ്പൊ അത് എന്ത് ചെയ്യും? കാരണം ഈ സിനിമയിൽ പാട്ടുകൾ കേട്ടറിയാം, എല്ലാം എന്ത് നല്ല പാട്ടുകളാ. ഈ മൂവീസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം, ഇന്ന് കുറച്ചും കൂടി ആൾക്കാർ ഇന്നും ഉണ്ടായേക്കാം, എനിക്ക് അറിഞ്ഞൂടാ, ഇന്ന് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടും മെച്ചുവേർഡ് ആയിട്ടും ചിന്തിക്കുന്ന. അന്ന് ഒരു കാലത്ത് എല്ലാവരും വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഏത് പടം എന്ത് ചെയ്യണമെങ്കിലും സൂപ്പർസ്റ്റീഷ്യനിൽ ആദ്യം പോയി. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാര് പറഞ്ഞ് ചിന്തിച്ചതായിരിക്കാം. പിന്നെ എങ്ങനെ ഉദയനാണ് താരത്തിലേക്ക് വീണ്ടും? പിന്നെ അത് റോഷൻ എന്ന് പറയുന്ന ഡയറക്ടർ എനിക്ക് ഫസ്റ്റ് ഉദയനാണ് താരത്തിന്റെ കഥ പറഞ്ഞിരുന്നത് കപ്പല് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു. ഇത് ഞാൻ മുമ്പേ ഇന്റർവ്യൂസിൽ പറഞ്ഞു, കണ്ടവർക്ക് ചിലപ്പോൾ ബോറടിച്ചേക്കാം. അപ്പൊ അങ്ങനെ എനിക്ക് കഥ അങ്ങനെ ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു തന്ന കഥയായതുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിക്കാം എന്ന് പറഞ്ഞിട്ട് ആ മാതാവിന്റെ ഒരു കാരുണ്യം കൊണ്ട് കിട്ടിയൊരു പടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിനകത്ത് വന്ന ഓരോ ഗാനങ്ങളും എന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ടേക്ക് ഓഫ് ചെയ്തല്ലോ എല്ലാ ഗാനങ്ങളും. ആണല്ലേ? ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം. അത് തന്നെ. ഇപ്പം വരുന്ന ഓരോ പാട്ടുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റീസെന്റ് ഹിറ്റ്സ് മൂവിയിലെല്ലാം തന്നെ റാപ്പ് മ്യൂസിക്കിന് ഭയങ്കര അധികം ഇൻവോൾവ്മെന്റ്, അതിന്റെ ഒരു കയറ്റം നമുക്ക് ശരിക്കും കാണാം. അങ്ങനത്തെ ഗായകരും നമ്മളിപ്പോൾ മുമ്പേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ ഒരു ടോപ്പിക്ക്. എന്നാലും ഇത്തരത്തിലുള്ള ഒരു വരവ് അതിനെ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ സ്വീകരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു വരവ് റാപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ആക്ച്വലി. അതിന് മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ട്യൂണില്ല, എന്താണ് വെറും പറച്ചിലാണെന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം റാപ്പ് എന്ന് പറഞ്ഞാൽ അത് എഴുതാൻ വേണം ഒരു കഴിവ്. അതിന്റെ ഇത്രയും നാള് നമ്മൾ കണ്ടു വളർന്ന റാപ്പ് എന്ന് പറയുന്ന 90s 2000s ഈ ജീൻസ് പാന്റ്, ബാഗി പാന്റ്, പൈനാപ്പിൾ പെണ്ണെ, ആപ്പിൾ പെണ്ണെ പോലത്തെ സാധനങ്ങൾ എഴുതിയ റാപ്പാണ് നമ്മൾ കണ്ടത്. ആ റാപ്പ് എഴുതിയത് ആക്ച്വലി ലിറിക് റൈറ്റേഴ്സ് ആയിരുന്നു. ഈ പോയട്രി എഴുതുന്ന ലിറിക് റൈറ്റേഴ്സിനെ കൊണ്ട് റാപ്പ് എഴുതിച്ചാൽ അങ്ങനെ വരുള്ളൂ. ഇപ്പം റാപ്പേഴ്സ് തന്നെയാണ് എഴുതുന്നത്. അവർക്ക് ആ കൾച്ചറും ആ ആറ്റിറ്റ്യൂഡും എന്തൊക്കെ അതിന് സ്വാഗ് കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെ വാക്കുകൾ കൊണ്ടുവരാം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറ്റ്സ് സിറ്റിംഗ് മോർ
എന്താ പറയണ്ട ഇൻ എ ഡിഫൈൻഡ് വേ. ഇപ്പം കേൾക്കുമ്പോൾ അതിന് ഒരു ലിസണിങ് ബ്യൂട്ടി ഉണ്ട്. മറ്റേത് ഭയങ്കര എന്തോ ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. കാരണം അത് ചേരുന്നുണ്ടോ. എഴുതുന്ന ഒരാളായിരിക്കും, പാടി അവനോട് തന്നെ റാപ്പ് ചെയ്യാൻ പറയും. അവനൊരു റാപ്പർ ആയിരിക്കില്ല, അവനൊരു പാട്ടുകാരനായിരിക്കും. എഴുതിയത് ഒരു റാപ്പർ അല്ല, ഒരു നോർമൽ പോയട്രി എഴുതുന്ന ലിറിക് റൈറ്ററാണ്. അയാളെ കൊണ്ട് നല്ല ഡെപ്ത് ഉള്ള സംഭവങ്ങൾ പോയട്രി ചിലപ്പോൾ എഴുതാൻ പറ്റും. ഇപ്പം മാറി എല്ലാം ഈ സിംഗർ തന്നെയാണ് എഴുതുന്നത്. ബേസിക്കലി സിംഗർ അല്ല, റാപ്പർ. റാപ്പർ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫിനസ്സാണ് ഇപ്പം കാണുന്ന. അതുകൊണ്ട് ഇപ്പം നമുക്ക് അതൊരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ പുതിയ ജനറേഷനെ നമ്മൾ ഒരിക്കലും തള്ളി പറയരുത്. കാരണം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് തന്നെ ചെയ്യണം. അത് ഞാൻ വലിയ സല്യൂട്ട് കൊടുക്കുന്നുണ്ട് ആ എൻറ്റയർ കളക്ഷൻ ഓഫ് ന്യൂ ജനറേഷൻ ഹൂസ് ക്രാക്ഡ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു വേറൊരു എന്താ പറയാ, എനിക്ക് ആരാന്നൊന്നും അറിയില്ല, ഒരാളെ ഇപ്പൊ നമ്മൾ ഫോൺ കണക്ട് ചെയ്യാൻ പോവാണ്. ആരാന്നറിയാതെ വെറുതെ വിളിക്കാം. അതൊക്കെ വിളിക്കും, ഇവിടുന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അതൊക്കെ കണക്ട് ചെയ്ത് തരും. ആരെയാണ് വിളിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ വിളിച്ച് ആര് ദീപക്കേട്ടന്റെ വലിയൊരു ഫാനാണ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. ദീപക്കേട്ടന്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട് പാടി തരും തോന്നുന്നുണ്ട്. ഹലോ ഹലോ, ഹായ്. ഹായ് ഹായ് ഹായ്. എന്താ പേര്? എന്റെ പേര് ദീപ. 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 ഓക്കെ ദീപ, ദീപക്കേട്ട പാട്ടുകൾ ഇഷ്ടാണോ ദീപയ്ക്ക്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ദീപക്കേട്ടന്റെ കട്ട ഫാനാണ്. കട്ട ഫാനാണ്. ദീപക്കേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ അപ്പോ? എനിക്ക് മറ്റേ നമ്മുടെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ഒരു സോങ് ഇല്ലേ? ഏത് പാട്ട്? പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക്. ആ ഒരു പാട്ടിലേക്ക് ആണോ? എന്നാ ദീപക്കേട്ടൻ എന്റെ അടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കട്ടെ? ഹലോ ഹലോ, ഹായ് ചേട്ടാ. ഹായ് ദീപ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പഠിക്കുക. എന്ത് പഠിക്കുന്നു? ഞാൻ MBA പഠിക്കുക. MBA. ആഹാ. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടാനും അറിയത്തില്ല, പക്ഷെ ചേട്ടൻ പാട്ടുകളുടെ കട്ട ഫാനാണ്. ആണോ? ഓ താങ്ക് യു. ചേട്ടാ എനിക്ക് വേണ്ടി ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടിത്തരൂ. അത് വേണോ? ഇപ്പൊ ആ പാട്ട് ഇഷ്ടല്ലേ? ഞാനത് ശരി, അതിന്റെ സയ്യാവേ എന്നുള്ള ലൈൻ മാത്രം പാടാം. ഓക്കെ. എന്നാ അത് ദീപ പാടട്ടെ. അന്ന് അത് ദീപ പാട്. അതിന് ബാക്കി ലിറിക്സ് എന്തായിരുന്നു? എനിക്ക് ലിറിക്സ് അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. ബാക്കി പാടിക്കോ? ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ കേട്ടിട്ട്? ഭയങ്കര സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിലും വിളിച്ചതിലും താങ്ക് യു. പാട്ടുകളൊക്കെ ഇനി ഇറങ്ങുന്ന പാട്ടുകൾ ഇതേപോലെ ഇഷ്ടപ്പെടട്ടെ. ഓക്കെ. എനിവേസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു ദീപ. ദീപ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അതെ അതെ, ആണോ? അപ്പൊ എല്ലാ നല്ല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ? സന്തോഷായി. ആ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് വരാൻ പോണത് ദീപക്കേട്ടന്റെ എപ്പിസോഡായിരിക്കും. ആ അപ്പൊ ഇതിനകത്ത് ദീപക്കേട്ടൻ കുറേ പറയുന്നുണ്ട് പാട്ടിനെ കുറിച്ച്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണണം കേട്ടോ. ശരി, താങ്ക് യു ദീപ. ഓക്കെ ശരി, ബൈ. അത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ. ആ ഒരു ഏരിയ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരാളുടെ നമ്പർ കിട്ടുന്നത്? നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറയണത് ആരാന്ന് അറിയോ ദീപക്കേട്ടന്? പുള്ളി ഒരു സംഭവമാണ്. പുള്ളി എവിടുന്നെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് ഒറ്റ ഡയലിംഗ് ആണ്. അത് കറക്റ്റ് ആയിരിക്കും, എയിം ചെയ്ത് കറക്റ്റ് വീടും. അതാ സംഭവം. ഞാൻ ചെയ്യും ദീപക്കേട്ടൻ ഇതേപോലത്തെ പലരും ന്യൂ കമേഴ്സ് ഇന്നിപ്പം ചാൻസ് തരാമോ, പാട്ടിന് എനിക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഗായകനാവാനും ഗായികയാവാനും ഒരുപാട് പേര് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ? ആ ഒരു
അത് പല ടൈപ്പ് ആൾക്കാരുണ്ട്. ചിലവര് ഇപ്പൊ ഈ വാട്സാപ്പും കൂടി ഉള്ളത്, പണ്ട് ഇമെയിൽ ആയിരുന്നു, ഇപ്പൊ ഫോൺ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ പാട്ട് ഡയറക്റ്റ് ആയിട്ട് അയക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ആള് പേരൊന്നും പറയാതെ ഡയറക്റ്റ് വെറുതെ പാട്ട് മാത്രം അയക്കും. എന്താ സംഭവം ഏതാന്ന് അറിയാതെ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ തന്നാലല്ലേ നമുക്ക്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ സാധാരണ ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. ആദ്യം അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് എൻ്റെ ഒരു പാട്ടുണ്ട് അയച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു വില്ലിങ്നെസ്സോടെ. ഇപ്പൊ ഫോൺ നമ്പർ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതൊക്കെ കിട്ടി, അതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് അയ്യോ, നമുക്ക് പിന്നെ അത് അങ്ങ് മുന്നോട്ട് പോകാൻ തോന്നില്ല. അങ്ങനത്തെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. പിന്നെ ഈ അടുത്ത് രസകരമായ ഒരു സംഭവം ഉണ്ട്. 2 ഫീമെയിൽ സിംഗേഴ്സ്, ഈ അടുത്തല്ല, എനിക്ക് ഒരു 1.5 കൊല്ലം മുമ്പേ നടന്നൊരു സംഭവം. രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിംഗേഴ്സാ. ആണോ? ഒരു വീട്ടില് ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഓപ്പൺ എയറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടി വന്ന് ദീപക്കേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞ സുഖം, പാട്ടൊക്കെ എങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഒരു പാട്ട് അയച്ചിട്ട് അത് കേട്ടേ ഇല്ല, ഒരു റെസ്പോണ്ട് പോലും ചെയ്തില്ല, അത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ അടുത്തുള്ള സിംഗർ ഈ കുട്ടിയേക്ക് ഉപദേശിക്കുക, അതായത് ഞാൻ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞ. അതാണ് അങ്ങനെ അയച്ചു കൊടുത്താൽ പുള്ളി നമ്മളെ വേറെ സീൻ സോണായിട്ട് പോലും കാണിക്കില്ല. അത് ഭയങ്കര, അത് പുള്ളിക്കുള്ളൊരു പ്രശ്നം. ഞാൻ പറഞ്ഞ അത് മനഃപൂർവ്വം അല്ല, ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതായിരിക്കും. അപ്പം ഈ സിംഗർ ആദ്യം പറഞ്ഞ സിംഗറിന് കൊടുക്കുന്ന ഐഡിയ, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിലെ പട്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ജസ്റ്റ് ഇടുക. അപ്പൊ പുള്ളി ഈ പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത, ഇത് ഏത് ബ്രീഡാണ്, ഇത് എവിടെ നിന്നുള്ള, എത്ര വയസ്സുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് പട്ടിയുടെ വീഡിയോ ഒക്കെ വെറുതെ ഇട്ടാൽ മതി. പുള്ളി അത് കണ്ടു എന്ന് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നാലെ പാട്ടായി, പിന്നെ അത് കണ്ടുപില്ലാന്ന് പുള്ളി പറയില്ല എന്ന് പറഞ്ഞിട്ട് പട്ടിയെ വെച്ചിട്ട് എന്നെ പിടിക്കാനായിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചേട്ടാ ഇങ്ങനെയൊക്കെയാണോ പാട്ടുകാരികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവരെ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ പട്ടിയുടെ ഫോട്ടോ അയച്ചാൽ മതി, അപ്പൊ ഉടനെ പുള്ളി അതിൽ വീണിരിക്കും. അപ്പൊ ഞാനൊരു ഡോഗ് ലവർ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു അതാ അങ്ങനെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പട്ടിയുടെ ഫോട്ടോ വന്നാലും ഞാൻ ശ്രദ്ധിച്ചോളാം പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്റെ വൈഫ് വന്നു. അപ്പൊ വൈഫിന്റെ അടുത്ത് രണ്ടുപേരും കംപ്ലൈന്റ് പറയാണ്, നമ്മള് പാട്ട് അയച്ചിട്ട് ഇങ്ങനെ പാട്ട് കേട്ടേ ഇല്ല. അത് അതിപ്പോ വൈഫ് പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനി പറഞ്ഞോളാം, അയച്ചു കൊടുത്താൽ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ അവര് പറഞ്ഞു വേണ്ട, അയച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ചേച്ചിക്ക് അയച്ചുതരാം, ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചില സിംഗേഴ്സ് ഇതുണ്ട്. എന്നിട്ട് അവര് പാടിയോ അവസാനം? അവര് ഇല്ല, ഇതുവരെ പാടിയിട്ടില്ല. നല്ല സിംഗേഴ്സ് ആണല്ലേ, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കാണ്. പക്ഷെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര നല്ല പുതിയ പാട്ടുകാരാണുള്ളത്. പഴയതുപോലെ വിരലെണ്ണാവുന്ന മാതിരിയുള്ള കളക്ഷൻ ഓഫ് സിംഗേഴ്സ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ ചെയ്തു വെച്ച ചില പാട്ടുകളുടെ റീമിക്സ് വേർഷനും കവർ സോങ്സും കേൾക്കുമ്പോൾ ചില സമയങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സമയം ഉണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ പാട്ട് എന്താന്ന് ഒരു പക്ഷെ അത് മനസ്സിലാക്കാതെ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. അത് റീമിക്സ് ആണെങ്കിലും കവർ ആണെങ്കിലും ചില സമയത്ത് ചില പാട്ടിന് ചില രീതിയിലുള്ള കോഡ്സ് വരുമ്പോഴായിരിക്കും ആ പാട്ട് കൂടുതൽ കിട്ടുന്നത്. അത് മൊത്തം മാറ്റി അതിനെ വേറെ സൗണ്ടിങ് ആക്കാൻ വേറെ എന്തൊക്കെയോ ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് അയ്യോ അത് വേണമായിരുന്നോ എന്നാലോചിക്കുന്നത്. അവിടെ അങ്ങനെ കേൾക്കുമ്പോൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. ആരോട് എന്ത് പറയാൻ? അല്ലേ, ഇനി അവരയച്ചു തന്നാൽ അവരെയും ഹേർട്ട് ചെയ്യാറില്ല. അതായത് ചില ആൾക്കാര് പാടി അവര് കവർ ചെയ്തതാണ്, ഇതൊന്ന് കേൾക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ അയച്ചു തരുന്ന അവരെടുത്ത് അവർ ഓൾറെഡി ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അവരെടുത്ത് നീ എന്തിനാ ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാര്യമുണ്ടോ? അപ്പൊ ഞാനത് എന്നിൽ തന്നെ അങ്ങ് ഒതുക്കും. അതെ, ശരി. പൃഥ്വിരാജിന്റെ ചിത്രങ്ങളിൽ കൂടുതലായി പാട്ടുകൾ ഒരുക്കേണ്ട സാഹചര്യം ആകസ്മികമായി വന്നതാണ് ആണോ? കൂടുതലായിട്ടും ഇങ്ങനെ അത് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ വൈബും നിങ്ങളുടെ ആ ഒരു ഇതിന്റെ ബോണ്ടിങ്ങിന്റെ അങ്ങനെ വരുന്നതായിരിക്കും അല്ലേ? അതായത് കൂടുതൽ പൃഥ്വിരാജ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു പ്രൊജക്ടിനകത്ത് കൂടുതൽ പാട്ട്. അല്ലല്ല, പൃഥ്വിരാജ് പ്രൊജക്ട്സ് അങ്ങനെ ഒരിക്കലും പുള്ളിയുടെ എല്ലാ പ്രൊജക്ട്സും ഞാനല്ലല്ലോ ചെയ്യുന്നത്. അതെ, പക്ഷെ കൂടുതൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ ആ ഒരു വൈബിന്റെ തന്നെയായിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇന്റൻഷണൽ അല്ല. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം. ചില റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി പോയത് തലവേദനയായിട്ടുണ്ട്.
എനിക്കോ ഉം. അല്ല പിന്നല്ലാതെ അവർക്കല്ല, ദീപക്കേട്ടന് അതെ. അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് തലവേദനയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ റിയാലിറ്റി ഷോയിൽ അധികം നാൾ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം എല്ലാ സീസണും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ റിയാലിറ്റി ഷോനെ കുറിച്ചല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നേരത്തെ ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ടിരുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ട്, അതിലൂടെ പാടി നമ്മളെല്ലാം കണ്ടിട്ടിരിക്കുന്ന ഒരു പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരൻ ദേ ഇപ്പൊ വീഡിയോ കോളിൽ എത്താണ് ദീപക്കേട്ടൻ്റെ അടുത്ത് എന്തോ ചോദിക്കാനായിട്ട്. ആരെ? ഹലോ ദീപക് സാർ, ഞാൻ പ്രശോഭ് രാമചന്ദ്രൻ. ഒരു സിംഗർ എന്ന നിലയിലും ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആവാൻ താല്പര്യമുള്ള ആളെന്ന നിലയിലും സാറുടെ പല വർക്ക്സിലും ഞാൻ ഫാസിനേറ്റഡ് ആയിരിക്കുന്നു. സാർ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഷോൺറ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാ ടൈപ്പിലും സാർ ചെയ്തിട്ടുണ്ട് സോങ്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഷോൺറ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ താല്പര്യം. താങ്ക് യു. അതൊരു ഈ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ജോണർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ജോണറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ട്യൂൺ ചില ജോണറയായിട്ട് നന്നായിട്ട് ചേരും. ചിലപ്പോൾ ട്യൂൺ നല്ലതായിരിക്കും, പക്ഷെ ഈ ജോണറയിൽ ആ ട്യൂൺ വരുമ്പം ചിലപ്പോൾ അത് ട്യൂണിന്റെ ഭംഗി പോകും. അപ്പൊ ചില ജോണറ നമ്മൾ കേട്ട് ഈ ജോണറയിൽ ഒരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ആ ജോണറയ്ക്ക് പറ്റിയ കുറച്ച് ട്യൂൺസ് മനസ്സിൽ ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫ്യൂച്ചർ ബേസ് ഉണ്ട്, ഡ്രില്ലുണ്ട്, അങ്ങനത്തെ പല ജോണേഴ്സിൽ നമ്മൾ കേൾക്കുന്ന കുറച്ച് പാട്ടുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ പാട്ടെല്ലാം കേട്ട് മനസ്സിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ ഈ സിറ്റുവേഷന് ഈ ജോണറയാണ് വരുന്നതെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ട്യൂൺ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരു കാൽക്കുലേഷൻ നടത്തും. അല്ലാതെ ഇപ്പൊ ജോണറെ കുത്തി കയറ്റി ഒരു പടത്തിൽ ഇൻസേർട്ട് ചെയ്യാറില്ല. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് മനസ്സ് പറയുന്ന കാര്യങ്ങളിലെ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്നത്തെ ചില പാട്ടുകൾ സംഗീതത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ട്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. എല്ലാ പാട്ടുകളും എല്ലാ രീതിയിലും അതിന്റെ കമ്പോസർ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും. ആ കമ്പോസർ കണ്ട ഒരു സംഭവം ജനങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് ജാക്ക്പോട്ട് അടിച്ചു. ഏത് പാട്ട് നോക്കുകയാണെങ്കിലും രമ്യ, നമ്മളിപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു നല്ല പാട്ടാവാതിരിക്കില്ല. ചിലപ്പോൾ ആ കമ്പോസർ കണ്ട ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ വരെ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡയറക്ടർ കണ്ട കാഴ്ചപ്പാട് ജനങ്ങൾ വരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം എല്ലാ പാട്ടുകളും ഹിറ്റാവാത്ത പാട്ട് മോശം പാട്ടല്ല. ഇന്നത്തെ പാട്ട് എല്ലാം ഒരു നിലപാട് വരെ എത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ പാട്ടുകൾ ഉണ്ട് നല്ലത്. ഏറ്റവും കുറഞ്ഞ സമയത്തിന് ഉണ്ടാക്കിയ പാട്ട് എന്ന് പറയുന്നത് വേൽമുരുക ഹരോഹര. എത്ര സമയം എടുത്തു? ഒരു 5 മിനിറ്റ്. സീരിയസ്ലി? ആ ഒരു സംഭവം പറഞ്ഞു 5 മിനിറ്റിലെ പാട്ട് റെഡിയായോ? പാട്ട് റെഡിയായി. അത് എന്തോ ഇങ്ങനെ ഓരോ ലൈന് ഇങ്ങനെ ഒന്നിന്റെ പിന്നാലെ തനിയെ വന്ന് ചേർന്ന് പല്ലവി റെഡി ആയതിനോട് ആ ചൂടിലെത്തുന്ന അനുപല്ലവി ഉണ്ടാക്കി അങ്ങനെ ഫുൾ അങ്ങ് ആയതാണ്.